അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസം, അൽഹംദുലില്ലാഹ്, ആ ദുൽഹിജ്ജ മാസത്തിന്റെ മൂന്നാമത്തെ രാവിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുന്നു. നാളെ മൂന്നാമത്തെ പകലാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രതയുള്ള ദിവസങ്ങൾ, ഹാജിമാരൊക്കെ ഹജ്ജിനു വേണ്ടി ഹജ്ജിന്റെ ദിവസങ്ങളൊക്കെ വരാൻ കാത്തിരിക്കുന്ന സമയമാണ്. ദുൽഹിജ്ജ 8 മുതലാണ് ഹജ്ജിന്റെ അമലുകളൊക്കെ തുടങ്ങുന്നത്. അത് അവർ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും പോവാതെ എല്ലാവരും ഇപ്പോൾ ഹറമിൽ തന്നെ ഒതുങ്ങിക്കൂടി ആ ഒരു ഹജ്ജിന്റെ ആ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഫീലിംഗ് അവരിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല, നല്ല ചൂടുണ്ട്, നല്ല തിരക്കാണ്. അള്ളാഹു എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മളെ എല്ലാ ഹാജിമാരെയും സംരക്ഷിച്ച് നല്ല രൂപത്തിൽ അവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം, അവർ നമുക്ക് വേണ്ടിയും ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് ഹാജിമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദ്വാരക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസും നമ്മുടെ ദുആയും എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹാജിമാര് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ദിക്റുകൾ അവർ പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതായത് ഈ ഓരോ തവാഫിൻ്റെ ഇടയിലും വ്യത്യസ്തമായ ദിക്റുകളും അതുപോലെ തന്നെ തസ്ബീഹുകളൊക്കെ പറയൽ. ഒരു ഇന്നാലിൻ്റെ ദിക്ർ തന്നെ പറയണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് ദിക്ർ വേണമെങ്കിലും പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് ഇതാണ്. ഇത് പറഞ്ഞാൽ കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട് അല്ലേ? ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്.
നമുക്ക് ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? ദുനിയാവും ആഖിറവും അതുപോലെ നമ്മുടെ ഖബറും മഹ്ശറയും എല്ലാം വിജയിച്ച് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ ഒരൊറ്റ ദുആയിൽ എല്ലാം പറയുന്നൊരു ദുആ, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദുആ. പറഞ്ഞോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പരിശുദ്ധമായ ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ നരകമോചനം ചോദിക്കണം, സ്വർഗപ്രവേശനം ചോദിക്കണമെന്നാണ്. അല്ലാഹുവേ, നരകമോചനം തരണയല്ല, സ്വർഗപ്രവേശനം തരണയല്ല. നമുക്കൊന്ന് ചോദിച്ചാലോ? അല്ലാഹുമ്മ അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار
النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇബ്രാഹിം നബിയുടെ ഒരു ദുആ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ അമലുകൾ, അതായത് വിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരണം ഒക്കെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദുആയാണ്. നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ ദുആ പറഞ്ഞാൽ എല്ലാവിധ ഖൈറും കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ പറയാം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب
علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم നമ്മുടെ ഹാജിമാർ അവരുടെ ഹജ്ജും ഉംറയൊക്കെ സ്വീകരിച്ചാൽ അത് നമുക്കും ഗുണമല്ലേ? ആണ്, ഗുണമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി ദുആരക്കാം. എങ്ങനെയാ ദുആരക്കാൻ? നമ്മൾ കഴിഞ്ഞ മജ്‌ലിസിലൊക്കെ ദുആ ചെയ്തതാണ്. ആ ദുആ തന്നെ നമുക്ക് ആവർത്തിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വസഅയ സാഈനാ സഅയൻ മഷ്കൂറാ اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا الحمد لله അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം നമുക്ക് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 രാവുകളിൽ പ്രത്യേകമായി ഓതൽ നല്ലതാണ്, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സൂറത്തുൽ ഫജ്ർ, ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം എല്ലാവർക്കും ഒന്നിച്ച് ഓതാം. ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ തന്നെ മതി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് മൊത്തത്തിൽ
കൂട്ടത്തിലൊന്ന് വേഗത്തിൽ ഓതാം. അല്ലാഹു തആല ഈ സൂറത്തുൽ ഫജ്ർ ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താണോ അതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓദിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي സദഖല്ലാഹുൽ അലീം. അൽഹംദുലില്ലാഹ്, നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്കിനി നേരെ ദുആയിലേക്ക് കിടക്കാം. ദുആയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم
ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആഇനെ ഞങ്ങളുടെ ദിക്ർ ഔറാദുകളെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു മജ്ലിസായി ഖബൂലാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാഹുവേ. ഈ സദസ്സിലുള്ള ഉമ്മമാരെ സ്വീകരിക്കണേ യാമീൻ പറയുന്ന വാപ്പമാരെ, സഹോദരന്മാരെ കബൂലാക്കണേ അല്ലാഹു. ഞങ്ങളുടെ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ട്. അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട പറയേണ്ട ഒരുപാട് ദിക്ർ ഔറാദുകളുണ്ട്. എല്ലാം നീ കബൂലാക്കി ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നു അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ ഉള്ളത് മുഴുവൻ വിറ്റ് തുലച്ചാലും മാറാത്ത മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിന് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാറ്റണേ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ മക്കളില്ലാതെ വിഷമിക്കുന്നവർ അല്ലാഹുവേ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ പടച്ച റബ്ബേ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാം നീ മാറ്റി സലാമത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ പുതിയ അധ്യയന വർഷം സ്കൂളുകളിലേക്ക് പോകുകയാണ് റബ്ബേ. ഉന്നതമായ പഠനം അവർക്ക് നീ കൊടുക്കണേ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണേ നല്ല മക്കളാക്കി തരണേ അവരുടെ ഭാവി കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും തരണേ അല്ലാഹുവേ. മരണം വരെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ, ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ ഖബൂലാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര് വലിയ സങ്കടം പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളാണ് അല്ലാഹുവേ. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ഔറാദുകളുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽ
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അർഷദ് ബദ്രി ഉസ്താദിന്റെ അടുത്ത വീഡിയോ. ഉളഹിയത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലേ? ഉളഹിയത്ത് എപ്പോഴാണ് അറുക്കേണ്ടത്, എങ്ങനെയാണ് അറുക്കേണ്ടത്, ആരാണ് അറുക്കേണ്ടത്, അതുപോലെ ഉളഹിയത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ്, ഈ ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഷെയർ ചേർന്ന ആളുകൾ 7 വർഷം തുടർച്ചയായി ഷെയർ ചേരണമെന്ന് അങ്ങനെ നിയമമുണ്ടോ, അങ്ങനെ പലരും പറയുന്നത് കേട്ടു. അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉളഹിയത്ത് അറുക്കാമോ ഉസ്താദെ എന്നൊരു സഹോദരി ചോദിച്ചു. അതിനുള്ള വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. മരണപ്പെട്ട എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി, മരണപ്പെട്ട എൻ്റെ വാപ്പാക്ക് വേണ്ടി ഉളഹിയത്ത് അറുക്കാമോ? അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ഉളഹിയത്തിൻ്റെ ഇറച്ചി കൊടുക്കാമോ? നമുക്ക് ഉളഹിയത്തിൻ്റെ ഈ മാംസം കഴിക്കാമോ? ഗൾഫിലുള്ള ആളുകൾ ഷെയർ ചേരുന്ന സമയത്ത് അവരിവിടെ അറുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണോ? അത് നിർബന്ധമാണോ? എങ്ങനെയാണ് ഷെയർ ചേരുക എന്നുള്ള വിശദമായ ചർച്ച കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന ബോക്സിലായി കാണുന്ന യൂട്യൂബിന്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ്. മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കാണൂ.